ഹലോ ഒരുവാൻ ദേ ഞാൻ പിന്നെ വന്നേ. സോ ഇന്നൊരു ഫ്രഷ് കണ്ടൻറ്റായിട്ടൊരു കുഞ്ഞ് ഗെറ്റ് റെഡി എത്തുന്നേ. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കുട്ടി മേക്കപ്പ് പൗച്ച്. ആൻഡ് നമുക്ക് ആദ്യം തന്നെ ടോണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്ലമ്മിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണറാണ് കേട്ടോ. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ആൻഡ് മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവേൻ്റെ ആണ്. ഞാൻ അത്ര ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, പക്ഷേ ഇവിടെ വന്നതിൻ്റെ ശേഷം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കതൊന്ന് വീശി കൊടുത്തൊന്ന് സെറ്റാക്കാം. ദെൻ ഹൈഫൻ്റെ സെറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഡെയിലി യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്, നല്ല കവറേജും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ദേഗേൻ്റെ ലിപ് ബാമാണ്. എൻ്റെ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഡെയിലി ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കാരണം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ്. അതും ഇതേപോലെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു പൗഡർ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് സെക്യൂർ ആക്കി വെച്ച് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ഐബ്രോ ആണ്. ഐബ്രോയിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ ഈ സ്പൂലി മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ബാക്കി ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് മാസിൻ്റെ ഒരു കുഞ്ഞ് ഐ ഷാഡോ പാലറ്റാണ്. അത് വെച്ചിട്ട് രണ്ട് കണ്ണിലും ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മെബിലൻ്റെ ഐലൈനറാണ്. ഇത് വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണ് എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കി എഴുതാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത മാസിൻ്റെ ലിപ്പ് ലൈനറാണ്. അത് ഞാൻ ചെത്തി ഇതാ തീരാറായി. ഇത് അത്യാവശ്യം നല്ലൊരു ലിപ്പ് ലൈനറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രീക്സിൻ്റെ ഹെയർ സെറമാണ് എടുത്തേക്കണേ. ബിക്കോസ് തല നനച്ച് കുളിച്ചതുകൊണ്ട് തന്നെ ഹെയർ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാ ഡ്രസ്സെല്ലാം മാറി വന്നിരിക്കുന്നു. ആൻഡ് നമുക്ക് മുടിയെല്ലാം ചീന്തി നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. തൽക്കാലം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഈ ഹെയർ സ്റ്റൈൽ പോവാമെന്നാണ്. എനിക്ക് എവിടെ പോവുകയാണെങ്കിലും പൊട്ട് നിർബന്ധം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും കാണാത്ത രീതിയിൽ ഒരു കുഞ്ഞു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുഞ്ഞേതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ റൊസെല്ലെ എന്ന ബ്രാൻഡിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. വേറൊരാളുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ, ബ്ലഷി ഗേൾ. അവളെങ്ങനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ ഞാൻ പറയാം. ഓർ ഞാൻ ഈ വീഡിയോ അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവളെ കൊണ്ട് കമൻ്റ് ഇടും. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ഒട്ടുമിക്ക ഗേൾസിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സ്റ്റെപ്പ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡേൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. നല്ല ലോങ് ലാസ്റ്റിങ്ങാണ്. ഫൈനലി ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ആൻഡ് നമുക്കൊരു വാച്ചും പിന്നെ 2 റിങ്ങും ഇട്ടിട്ട് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം. ഈ ടീഷർട്ടിൻ്റെ കോസ്റ്റ്യൂം കേട്ടസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹസ്ബൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ചേട്ടൻ്റെയോ അനിയൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ ടീഷർട്ട് എടുത്ത് അടിച്ചു മാറ്റിയിട്ട് ഇതേപോലെ സ്റ്റൈൽ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.